വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57-58 തിരുവചനങ്ങൾ. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എലിസബത്തിന് പ്രസവ സമയമായി എന്നത് ഇംഗ്ലീഷ് പരിഭാഷയിൽ കിടക്കുന്നത് എലിസബത്ത് ഫുൾ ടൈം കെയിം എന്നാണ്. സമയം പൂർത്തിയായി എന്ന് പറയുമ്പോൾ വിശുദ്ധ അംബ്രോസ് പഠിപ്പിക്കുന്നത് ഇതെല്ലാം നീതിമാന്മാരുടെ ജീവിതത്തെപ്പറ്റി പറയുന്ന കാര്യങ്ങളാണ്. സമയത്തിൻ്റെ പൂർത്തീകരണം കർത്താവ് അനുവദിച്ച ഒരു കാലഘട്ടം അവിടെ അവസാനിക്കുകയാണ്. ഈ സമയം പൂർത്തിയാകുന്നത് ഒന്ന് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണത്. പഴയ നിയമം പിന്നീടില്ല. പുതിയ നിയമത്തിൻ്റെ മുന്നോടിയായിട്ട് സ്നാപകൻ ജനിക്കുന്നു. സ്നാപക യോഹന്നാനാണ് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കൂട്ടി ബന്ധിപ്പിക്കുന്ന കണ്ണി. പുതിയ നിയമത്തിലേക്കുള്ള വഴി വെട്ടുകയും പഴയ നിയമത്തിൻ്റെ ധാർമ്മികത വളരെ വ്യക്തമായി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നീതിമാന്റെ ജനനം. എന്നാൽ അയൽവാസികളും ബന്ധുക്കളും കർത്താവ് എലിസബത്തിനോട് വലിയ കാരുണ്യം കാണിക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ എലിസബത്തിനോട് മാത്രമല്ല, സകല മനുഷ്യവംശത്തോടുമാണ് കർത്താവ് കരുണ കാണിക്കുന്നത്. കാലം പൂർത്തിയാവുകയാണ്. കാത്തിരിപ്പിൻ്റെ കാലം, രക്ഷകനായിട്ട് കാത്തിരിക്കുന്ന അക്കാലം പൂർത്തിയാകുന്നു. അതിൻ്റെ മുന്നോടി ഇതാ ജനിച്ചിരിക്കുന്നു. പ്രവാചകന്മാരിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ. പ്രവാചക കാലഘട്ടം, ന്യായപ്രമാണ കാലഘട്ടം പൂർത്തിയാകുന്നു. പഴയ നിയമം അവസാനിക്കുന്നു, പുതിയ നിയമം തുടങ്ങുന്നു. എന്നാൽ അയൽവാസികളും ബന്ധുക്കളും ഈ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ നാളുകളായിട്ട് മക്കളില്ലാത്ത ഒരു കുടുംബത്തിന് മക്കളുണ്ടാകുമ്പോൾ നല്ലവരായ മനുഷ്യർ വളരെയധികം സന്തോഷിക്കും. പണ്ട് വലിയ ദരിദ്രനായി കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് നല്ല ജീവിത സൗകര്യങ്ങൾ കൊടുത്ത് ഉയർത്തുന്നത് കാണുമ്പോൾ നല്ലവരായ മനുഷ്യർ ആഹ്ലാദിക്കും. പണ്ട് മനുഷ്യരുടെ മുന്നിൽ ഒരു വാക്ക് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാൻ അറിയില്ലാതിരുന്ന ഒരുവൻ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നത് കാണുമ്പോൾ ആഹ്ലാദിക്കും. എന്തെന്നാൽ കർത്താവ് വലിയ കാരുണ്യം പ്രദർശിപ്പിക്കുന്നു. അത് ചില വ്യക്തികളുടെ ജീവിതത്തിൽ പ്രകടമാകുമ്പോൾ അതിൻ്റെ ഫലം, അതിൻ്റെ പ്രകാശം അനേകം ആളുകളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. അതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളുടെ മേലെ കർത്താവ് വർഷിച്ച കാരുണ്യത്തെ, അനുഗ്രഹത്തെ കാണുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.